ഇന്നു മുതൽ മരണം വരെ എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിം, ഒരു സിംഗിൾ വീഡിയോ കാണുകയുണ്ടായി. ജിസ്മാൻ വിമലിൻ്റെ ഒരു ഷോർട്ട് ഫിലിമാണ്. പക്ഷെ ഞാൻ ഇത് കണ്ടു എങ്കിലും ഒരിക്കലും സജസ്റ്റ് ചെയ്യാത്ത, എന്തെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അറിയാം എൻ്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുള്ള റിവ്യൂസൊക്കെ നിങ്ങൾ പോയി കാണണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത് ഞാൻ കണ്ടെങ്കിൽ ഇനി ആർക്കും സജസ്റ്റ് ചെയ്യാത്ത ഒരു ഷോർട്ട് ഫിലിമാണ് ഇന്നു മുതൽ മരണം വരെ എന്ന് പറയുന്നത്. എന്നെ ഭയങ്കര അൺകംഫർട്ടബിൾ ആക്കിയ ഒരു ഷോർട്ട് ഫിലിമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പം ഇത് കണ്ടിട്ടുള്ളവർക്കറിയാം, ഇല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം. ഇത് ഒരു കപ്പിളിൻ്റെ വീഡിയോ ആണ്. ആൻഡ് ഇതിൽ വിമലിൻ്റെ ക്യാരക്ടർ സംശയരോഗമുള്ള ഒരു പാർട്ട്ണറാണ്. ആൻഡ് അയാൾ ഭാര്യയെ സംശയിക്കുന്നു. ഭാര്യയെ സംശയിച്ച് തുടങ്ങിയ ശേഷം ഭാര്യയ്ക്ക് അവരുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു വ്യക്തിയുമായിട്ട് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടെന്നുള്ള രീതിയിൽ പോസ്റ്റർ ഉണ്ടാക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ സ്വന്തം കൂട്ടുകാരനുമായിട്ട് പുള്ളിക്കാരിക്ക് റിലേഷൻ ഉണ്ടെന്നുള്ള രീതിയിൽ സംശയിക്കുന്നു. അങ്ങനെ പുള്ളിക്കാരി ഇടപെടുന്ന ആൾക്കാരെ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നു, പുള്ളിക്കാരിയുടെ ഫോൺ വാച്ച് ചെയ്യുന്നു. ആൻഡ് പുള്ളിക്കാരിയുടെ പഴയ ഫ്രണ്ടിനെ വിളിച്ച് ആളുടെ സ്വഭാവത്തെ പറ്റിയൊക്കെ ചോദിക്കുന്നു. അങ്ങനെ കണ്ടിന്യൂസ്ലി ഒരു കൈൻഡ് ഓഫ് സ്റ്റോക്കിങ്ങും ഇങ്ങനെ വാച്ച് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു അതാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ഇതിനിടയ്ക്ക് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണ് നമ്മുടെ ഈ ഒരു ഇന്നു മുതൽ മരണം വരെ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം നിങ്ങൾക്ക് ആ ട്രെയിലർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. ഒപ്പം എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് അതുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഒരു ഷോർട്ട് ഫിലിമാണ് ഇന്നു മുതൽ മരണം വരെ. അപ്പം തന്നെ നമുക്കറിയാം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇദ്ദേഹം ഈ പറഞ്ഞ വിമലിൻ്റെ ക്യാരക്ടർ ഒരു തെറാപ്പി എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുവഴി അദ്ദേഹം ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നു. ബട്ട് ഫൈനലി ഇദ്ദേഹം ഇയാളില്ലാത്ത സമയത്ത് വീട്ടിൽ മറ്റൊരു പുരുഷൻ വന്നു എന്ന് അറിഞ്ഞ് വീട്ടിൽ നുഴഞ്ഞു കയറി ഒരു പീസ് എടുത്ത്, അതായത് മരക്കഷ്ണം പോലെ ഒരു സംഭവം എടുത്തിട്ട് അയാളുടെ തലയ്ക്കടിക്കാൻ പോകുമ്പം അത് ഒരു ജോലിക്ക് വന്നൊരു ചേച്ചിയാണെന്ന് മനസ്സിലാക്കുന്നു. ആ സമയത്തേക്ക് ജിസ്മയുടെ ക്യാരക്ടർ ഇദ്ദേഹത്തിൻ്റെ സംശയരോഗം മനസ്സിലാക്കി വന്ന് അദ്ദേഹത്തെ ടൈറ്റായിട്ട് ഹഗ് ചെയ്യുകയും അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഒപ്പം ഉണ്ടാവും, ഞാൻ കൂടെ നിൽക്കാം, ഇത് ഒരു കണ്ടീഷനാണ്, നമുക്കിത് മാറ്റാം എന്നൊക്കെ പറഞ്ഞ് കൂടെ നിൽക്കുന്നതും, അതിനുശേഷം ഇവരത് ഹീൽ ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് ഒരു ബീച്ച് സീൻ കാണിച്ച്, അതായത് ഇവർ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ബീച്ച് സീൻ കാണിച്ച് ഈ ഒരു സിനിമ എൻഡ് ചെയ്യുന്നതുമാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ഇവിടെ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് വളരെ മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഈ പറയുന്ന സംശയരോഗത്തെ പറ്റി, അങ്ങനെ ഒരു മെൻ്റൽ കണ്ടീഷനെ പറ്റി, റിലേഷൻഷിപ്പുകളെ പറ്റി, അതിൻ്റെ ഹീലിംഗ് പ്രോസസ്സിനെ പറ്റി, തെറാപ്പിയെ പറ്റി ഒക്കെ തന്നെ അങ്ങനെ എല്ലാ മേഖലകളിലും മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് ഈ ഒരു സംഭവം. അപ്പം എന്താണ് അങ്ങനെ വിചാരിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം തന്നെ ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, ശ്രീനിവാസൻ്റെ വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്ന ഒരു സിനിമ. ഇത് അദ്ദേഹം തന്നെ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. ആൻഡ് ആ സിനിമയുടെ ക്ലൈമാക്സിൽ, ആ സിനിമയുടെ കണ്ടിട്ടുള്ളവർക്കറിയാം, അതും സംശയരോഗിയായ ഒരു ഭർത്താവിനെ പറ്റിയിട്ടുള്ള സിനിമയാണ്. അതിൻ്റെ ക്ലൈമാക്സിൽ ഇതെല്ലാം ഹീൽ ചെയ്ത് എന്ന് പറയുന്നെങ്കിലും വീണ്ടും അദ്ദേഹം ഇങ്ങനെ ടോർച്ച് എടുത്ത് ജനലിലോട്ട് അടിക്കുന്ന അങ്ങനെ ഒരു രീതിയിലാണ് സിനിമ എൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ രോഗം പൂർണ്ണമായിട്ടും വിട്ടുപോയിട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യം. ഇതിനെപ്പറ്റി പണ്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ സാറ് ഡിസ്കസ് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അപ്പം അന്ന് സാറ് പറഞ്ഞ ഒരു കാര്യമാണ്, ഇതുപോലെ ഇത്തരം രോഗങ്ങളൊന്നും അത്ര എളുപ്പം മാറത്തില്ല, അതായത് അങ്ങനെ പെട്ടെന്ന് മാറുന്നൊരു കണ്ടീഷനൊന്നും അല്ല ഇതെന്നുള്ളത്. അപ്പം ഇച്ചിരി കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കണ്ടീഷനാണ്, അത്ര എളുപ്പം മാറാത്ത. അത് ശ്രീനിവാസൻ വ്യക്തമായിട്ട് ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അത്രയ്ക്കുള്ള ഒരു ഒരു വിവരം പോലും ഇത്രയും ഈ ഒരു 2026 അതും ഒരു സൈക്കോളജിക്കൽ പ്ലാറ്റ്ഫോമുമായിട്ട് കൊളാബറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോയ്ക്ക് എന്തുകൊണ്ടാണ് അത്ര പോലും ഒരു പഠനം ഇല്ലാതിരുന്നതെന്ന് ആലോചിക്കുമ്പോൾ വളരെ വളരെ അതിശയം തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കറക്റ്റായിട്ടൊരു ഗ്രൗണ്ട് വർക്ക് നടത്തിയിട്ടില്ല, നേരെ ചൊവ്വനെ പഠിച്ചിട്ടില്ല, റിസർച്ച് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇതുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ആ പ്ലാറ്റ്ഫോംകാരും ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല എന്ന് പറയുന്നത് വളരെ വളരെ ദയനീയമാണെന്ന് തന്നെ പറയേണ്ടി വരും.
ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കമൻറ്റ് സെക്ഷനാണ്. കമൻറ്റ് സെക്ഷനിലൊക്കെ ഒത്തിരി കമൻറ്റ്സ് ഇതിന് ഭയങ്കരമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട്, അതായത് അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അത് നല്ലതാണ്, ആ പറയുന്നതിനേക്കാൾ ഉപരി ഇങ്ങനൊരു വ്യക്തിയാണ്, അതായത് ഇതിൽ നമ്മുടെ ജിസ്മയുടെ ക്യാരക്ടറിൻ്റെ പേര് ജാനി എന്നാണ്. അപ്പം ജാനിയെപ്പോലൊരു സ്ത്രീയാണ് എല്ലാ പുരുഷൻ്റെയും ലൈഫിൽ ആവശ്യം. അങ്ങനൊരു സ്ത്രീയാണ് എല്ലാവർക്കും വേണ്ടത്. അങ്ങനെ വേണം ഒരു പാർട്ട്ണർ കൂടെ നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻസാണ്. അതുപോലെ ഭീകരമായിട്ട് തോന്നിയ മറ്റു ചില കമൻസ് എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഒരാളില്ലായിരുന്നു, അതായത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വ്യക്തി എനിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ എന്നെ ഉപേക്ഷിച്ച് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള കമൻസ്, അത് വല്ലാത്ത കഷ്ടമാണ്. കാരണം അവരെ ബ്ലെയിം ചെയ്യുകയാണ്, അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിലുള്ള അത്തരത്തിലുള്ള ആൾക്കാരെ ബ്ലെയിം ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ മറ്റു പല കമൻസും കണ്ടു, അതായത് ഞാൻ കുറച്ചുകൂടി എഫേർട്ട് എടുക്കണമായിരുന്നു ആ ഒരു റിലേഷൻഷിപ്പിൽ, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ, അയാളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നത് തെറ്റായിപ്പോയോ, അയാളെ ഞാൻ ഇതുപോലെ സപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് സ്വയം ബ്ലെയിം ചെയ്യുന്ന കമൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് കമൻസൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കാരണം ഇതിൽ ഈ ഒരു ക്യാരക്ടർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, സംശയരോഗം കയറി ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് സ്വന്തം ഭാര്യയ്ക്ക് മറ്റൊരാളുമായിട്ട് അവിഹിതമുണ്ടെന്ന് പറഞ്ഞു പരത്തുക, അതിനുവേണ്ടി പോസ്റ്റ് അടിച്ചിറക്കുക, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ സംശയം വെച്ച് പുലർത്തി ഇങ്ങനെ പുറകെ നടക്കുകയാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു വല്ലാത്തൊരു ടോക്സിസിറ്റിയാണ് അവരവിടെ അനുഭവിക്കുന്നത്. അവരത് തിരിച്ചറിയുന്നില്ല, ഈ പറഞ്ഞ ക്യാരക്ടർ അത് തിരിച്ചറിയുന്നില്ല. പക്ഷേ ശരിക്കും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അയാൾ ആ സ്ത്രീയെ, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് അവിഹിതമുണ്ടെന്ന് വിചാരിക്കുന്ന പുരുഷനെ കൊല്ലാൻ പോലും റെഡി ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്, ഹാം ചെയ്യാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം ശരിക്കും ഇവർ ബാക്കിൽ നിന്ന് വന്ന ആ ഒരു ഹഗ് കൊടുത്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇയാൾ ചിലപ്പോൾ അവിടെ ഒരു പുരുഷനെ കണ്ടിരുന്നെങ്കിൽ ഇയാൾ അടിച്ചേനെ, ചിലപ്പോൾ അത് ഒരു കൊലപാതകമായേനെ. അങ്ങനെ അത്രയും വയലൻ്റായിട്ട് നിൽക്കുന്ന ഒരു ആളുടെ അടുത്ത് ഇനിയും നമുക്ക് ചിലപ്പം പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. കാരണം അത് ഈ പറയുന്ന നെക്സ്റ്റ് ഒരു കൊലപാതകത്തിലേക്കായിരിക്കും പോകുന്നത്, ഒരാളുടെ ജീവൻ തന്നെ പോകുന്ന ഒരു കാര്യത്തിലേക്കായിരിക്കും പോകുന്നത്. അപ്പം അത് എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും അത്ര ഈസി ആയിട്ട് ഇവർ ഈ പറയുന്ന രീതിയിൽ ഹീൽ ചെയ്യുക എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു തെറാപ്പി എടുത്താൽ മാറുന്നതോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമുക്ക് അറിയാവുന്ന, ഞാൻ പണ്ട് സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. അപ്പം അങ്ങനെ സംസാരിച്ചിട്ടുള്ളപ്പം മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുന്നിൽ ഒരു ക്ലയൻറ്റ് വരുമ്പോൾ അപ്പം ആ ക്ലയൻറ്റിൻ്റെ അടുത്ത് നമ്മൾ ഇവർ സംസാരിച്ച് നോക്കുമ്പം എങ്ങനെയാണ്, എന്താണ് അവരുടെ കണ്ടീഷനെന്ന് മനസ്സിലാക്കി കഴിയുമ്പം കുറച്ച് സീരിയസ് കണ്ടീഷനാണ് എന്നുണ്ടെങ്കിൽ, അതായത് കുറച്ച് ഒരു കൈൻഡ് ഓഫ് നമുക്ക് കൗൺസിലിങ്ങിൽ അല്ലെങ്കിൽ ഒരു തെറാപ്പി സെഷനിൽ ചില കേസസ് നിൽക്കത്തില്ല. അത്തരത്തിലുള്ള കേസാണെങ്കിൽ അപ്പം തന്നെ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് ഇവർ റെഫർ ചെയ്യാറുണ്ട്. പിന്നീട് നമുക്ക് സൈക്കോളജിയിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരിക്കലും മെഡിക്കേഷനൊന്നും പോസിബിൾ അല്ല, ജസ്റ്റ് തെറാപ്പി, കൗൺസിലിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് പോണത്. അപ്പം അതിനപ്പുറം ഒരു കാര്യം വരുന്നു, അതായത് അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് സീരിയസ് ആയിട്ടൊരു കേസ് വന്നാൽ അവർ ഉറപ്പായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോട്ട് റെഫർ ചെയ്ത് വിടും. പിന്നെ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ അവിടുന്ന് മെഡിക്കേഷനും കാര്യങ്ങളും ഒക്കെ അവർ എടുക്കാറുണ്ട്, അല്ലേ? ഇപ്പോൾ ഡിപ്രഷൻ കേസസിൽ, OCDക്ക് അല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങൾക്ക് ഒക്കെ തന്നെ, ആങ്സൈറ്റി കേസസിനൊക്കെ മരുന്ന് കഴിക്കുന്നവരെ പറ്റി നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പം അവരൊക്കെ തന്നെ എന്താ പറയുക, ആദ്യം ചിലപ്പോൾ കൗൺസിലിംഗ് നോക്കിയിട്ടുണ്ടായിരിക്കും, അതിന് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു തെറാപ്പിയിൽ ഹീൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. മെഡിക്കേഷൻ എടുത്ത് തന്നെ മാറുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഈ പറയുന്ന പോലെ ഇവർ കാണിക്കുന്ന രീതിയിൽ ഒരു ബ്രീത്തിങ് എക്സസൈസിൽ ഒക്കെ മാറാൻ ഇത് നിസ്സാര ആങ്കർ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല, അതിനപ്പുറം ഒരു വലിയ സീരിയസ് ആയിട്ടൊരു കണ്ടീഷനാണിത്. അപ്പം ഇങ്ങനെ കുറച്ച് മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ഷോർട്ട് ഫിലിമിൽ നിന്ന് അവർ അങ്ങനെ ഷോർട്ട് ഫിലിം പുറത്തേക്ക് വിടുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ ആൾക്കാർ സ്വയം ബ്ലെയിം ചെയ്യുന്നതും മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നതും ഒക്കെ കാണാൻ വയ്യ ശരിക്കും. കാരണം ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്കറിയാം, നമ്മൾ ഒരു അമിതമായി സ്നേഹിച്ച്, നമ്മൾ ഒത്തിരി സ്നേഹിക്കും, നമ്മുടെ ലോകം തന്നെ ഒരാളാണെന്ന് കണ്ട്, പക്ഷേ നമുക്ക് നമ്മളിടുന്ന എഫേർട്ട് അവിടുന്ന് കാണുന്നില്ല, അല്ലെങ്കിൽ അവിടുന്ന് നമുക്ക് ഒരുപാട് ഹാം ഏൽക്കേണ്ടി വരുന്നു എന്നുള്ളൊരു കേസിൽ നമ്മൾ ഒരു പക്ഷേ എത്ര നാളെടുത്ത്, എത്ര വർഷം പോലും അത് സഹിച്ച് നിന്നായിരിക്കും ഒരു പോയിന്റിൽ വെച്ചിട്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കടക്കാൻ ഇരിക്കുന്നത്, അല്ലേ? അങ്ങനെ പുറത്ത് കടന്നിട്ട് അത്ര വർഷങ്ങൾ അല്ലെങ്കിൽ അത്ര നാളത് സഹിച്ച് ക്ഷമിച്ച് നിന്ന് അതിൽ നിന്ന് പുറത്ത് കടക്കുമ്പം ഇത്തരത്തിലുള്ളൊരു ഷോർട്ട് ഫിലിം കാണുകയാണ്.
എന്നിട്ട് അതിൽ നിന്ന് വിചാരിക്കുകയാണ് ഞാൻ ജാനിയെ പോലെ ചെയ്തില്ലല്ലോ, ഞാൻ ചെയ്തത് തെറ്റായി പോയല്ലോ എന്ന് വീണ്ടും അത് ആലോചിച്ച് ഗിൽറ്റി ഫീലിൽ എത്തേണ്ടി വരുന്ന ആൾക്കാരെ പറ്റിയിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കുക. അവരെന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടായിരിക്കും അവർ ചെയ്ത ആ ഒരു തെറ്റ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ശരിക്കും അതൊരു തെറ്റാണോ? നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്, നമ്മളുടെ ജീവിതം നമ്മൾ രക്ഷപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് ഒരു തെറ്റാണോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സെൽഫ് ലവിനൊക്കെ എന്തർത്ഥമാണുള്ളത്? ഈ ടോക്സിസിറ്റിയും കാര്യങ്ങളും എല്ലാം നമ്മൾ സഹിക്കണം എന്നാണോ? സീരിയസ്ലി ഈ പറയുന്ന മെൻ്റൽ കണ്ടീഷൻസ് കൊണ്ട് നമുക്ക് കൂടെ നിൽക്കേണ്ട കാര്യങ്ങൾക്ക് നമുക്ക് കൂടെ നിൽക്കാം, എല്ലാം ശരിയാണ്. പക്ഷേ അതിനെ ഡീൽ ചെയ്യേണ്ട, പ്രോപ്പറായി അതിനെ ഡീൽ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ആ രീതി നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതിന് കൃത്യമായ അവയർനെസ് വേണം. അല്ലാതെ എന്തെങ്കിലും ഒന്ന് കാണിച്ച് കൂടെ നിൽക്കുക എന്നുള്ളതല്ല, ഒരു വയലൻസ് വരുന്നിടത്ത് കൂടെ നിൽക്കുക എന്നുള്ളതല്ല. അതിന് ട്രീറ്റ് ചെയ്യേണ്ട രീതി പോലും ഇവർ കാണിച്ചിരിക്കുന്നത് തെറ്റായിട്ടാണെന്നാണ് ആസ് എ വ്യൂവർ എനിക്ക് തോന്നിയത്. എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞതും അങ്ങനെ തന്നെയാണ്. അതുപോലെ ഇതിൽ ജാനി എന്ന് പറയുന്ന ക്യാരക്ടർ പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും പൊസസീവ്നെസ് തോന്നുന്ന കാര്യമുണ്ടെങ്കിൽ നീ അത് എന്നോട് പറ, ഞാനത് പിന്നെ ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പം ശരിക്കും ഇയാൾ സംശയരോഗം കൊണ്ട് ഇയാളെന്തോ ചെയ്തിട്ട് അത് ഇവർ നോട്ടീസ് ചെയ്യുന്ന ഒരു പോയിന്റിൽ ഇവർ പറയുന്ന ഡയലോഗാണിത്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഓക്കെ, ഒരു റിലേഷൻഷിപ്പിലെ പൊസസീവ്നെസ് എന്ന് പറയുന്നത് അതിനെയൊക്കെ അങ്ങ് ഗ്ലോറിഫൈ ചെയ്യാണ്. ഇയാൾ സംശയരോഗം കൊണ്ട് എന്തോ ചെയ്യുമ്പോൾ അതിനെ പൊസസീവ്നെസ് ആണെന്ന് കണ്ട് ഇനി ഞാനത് ചെയ്യില്ലെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമുക്കിഷ്ടമുള്ളൊരു കാര്യം വേറൊരാൾക്ക് പൊസസീവ്നെസ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാതിരിക്കുന്നത് ഒരു കൈൻഡ് ഓഫ് ടോക്സിക് റിലേഷൻ അല്ലേ? ചിലപ്പോൾ നമുക്ക് ഇഷ്ടമല്ലായിരിക്കും, നമ്മുടെ പാർട്ണർ മറ്റൊരു കാര്യം ചെയ്യുന്നത് നമുക്ക് ചിലപ്പോൾ ഇഷ്ടമല്ലായിരിക്കും. പക്ഷെ നമ്മൾ അയാളെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണോ വേണ്ടത്? അത് ആർക്കും ഹാം ചെയ്യാത്തൊരു കാര്യമാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മളതിനെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ പൊസസീവ്നെസ് കുറയ്ക്കാനല്ലേ ഇവിടെ നോക്കണ്ടേ? അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊസസീവ്നെസ് കാണിക്കുമ്പോൾ അത് തെറ്റാണെന്നല്ലേ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ പാർട്ണറിന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അയാളെ തിരുത്തിക്കൊണ്ട് വരികയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ അത് ഞാൻ ചെയ്യില്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇയാൾ പറയുകയാണ് നീ ജോലിക്ക് പോകുന്നത് എനിക്ക് കുറച്ച് പൊസസീവായിട്ടുള്ള കാര്യമാണ്, ഇവർ ജോലിക്ക് പോകുന്നത് നിർത്തുമോ? അല്ലെങ്കിൽ നീ നിൻ്റെ വീട്ടിൽ പോകണ്ട, അത് നീ എപ്പോഴും എൻ്റെ കൂടെ വേണം, നീ നിൻ്റെ വീട്ടിൽ പോകുന്നത് ഞാൻ എനിക്കത് പൊസസീവായിട്ട് കാര്യമാണെന്ന് നമ്മുടെ പാർട്ണർ പറഞ്ഞാൽ നമ്മൾ ഈ വീട്ടിൽ പോകുന്നത് അവസാനിപ്പിക്കുമോ? ഇതൊന്നും പൊസസീവ്നെസ് അല്ല എന്ന് നമ്മൾ ശരിക്കും അത് മനസ്സിലാക്കണം. ഈ പറയുന്ന പൊസസീവ്നെസ്സിനും ഇങ്ങനത്തെ ഒരു കണ്ടീഷനും സംശയരോഗത്തിനും എല്ലാത്തിനും ഒരു അതിർവരമ്പുണ്ട്. ചെറിയൊരു നേരിയ വരയായിരിക്കും ഇതിനകത്തുള്ളത്. നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലാവത്തില്ല. പക്ഷേ അത് വിവേകത്തോടെ ചിന്തിച്ചത് മനസ്സിലാക്കാനുള്ളൊരു ബോധം നമുക്കുണ്ടായിരിക്കണം. സമൂഹത്തിലേക്ക് ഇത്തരം മിസ്ലീഡിങ് കണ്ടൻറ്റ് കൊടുക്കുമ്പം അവരും അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇവരും അതുപോലെ തന്നെ എന്താ പറയുന്ന ഒരു സൈക്കോളജിക്കൽ പ്ലാറ്റ്ഫോമും എല്ലാം ഈക്വലി റെസ്പോൺസിബിൾ ആയിട്ടാണ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. റെസ്പോൺസിബിൾ ആണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഇതിൽ കോസ്റ്റ്യൂം അതിനെ പറ്റിയിട്ട് ഇങ്ങനൊരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ജാനി കുറച്ച് വാം കളേഴ്സ് ആൻഡ് വിമലിൻ്റെ ക്യാരക്ടർ ബ്ലൂ കളേഴ്സ് ആൻഡ് ഫൈനലി ഇവർ വൈറ്റിലേക്ക് പോകുന്നു. ആൻഡ് അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയ പോസ്റ്റ് ഞാൻ കണ്ടു. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ കോസ്റ്റ്യൂമിൽ ഇവർ കാണിച്ച ഇത്രയും ആ ഒരു ഡീറ്റെയിലിംഗ്, അല്ലെങ്കിൽ അതിനു വേണ്ടി ഇവരെടുത്ത ഇത്രയും എഫോർട്ട്, അത്രയും പഠിച്ചത്, ആ റിസർച്ച് ചെയ്തത്, എന്തുകൊണ്ട് ഇതിൻ്റെ കോർ കണ്ടൻറ്റിൽ അതിൻ്റെ ഒരു പകുതി എഫോർട്ട് പോലും, അല്ലെങ്കിൽ പകുതിയുടെ റിസർച്ച് പോലും ഇവർ നടത്തിയില്ല എന്നുള്ളത് എനിക്ക് വളരെ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യമാണ്. ആ കോസ്റ്റ്യൂമിന് വേണ്ടി ഇത്രയും പഠിക്കാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം, ഇതിൻ്റെ ഒരു കോർ തീം ഇത്രയും നിസ്സാരവൽക്കരിച്ച് കളഞ്ഞതെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ള, നമ്മൾ ഇക്കാലത്ത് നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ ഒത്തിരി നോക്കാറുണ്ട് ഒരു സിനിമ ഇറങ്ങുമ്പം എല്ലാം. അപ്പം അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കാറില്ലേ? അപ്പം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ ഒരു കണ്ടൻറ്റ് നമ്മൾ പുറത്തേക്ക് ഇറക്കുമ്പം അതിലൂടെ എന്ത് മെസ്സേജാണ് ആൾക്കാർക്ക് കൺവേ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? ഇതുപോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം തന്നെയല്ലേ? അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിൽ ഒത്തിരി പേര് ബാധിക്കപ്പെട്ടവർ, അതായത് വിക്ടിമായിട്ടുള്ളവർ ഒക്കെ കാണും. ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ട് ട്രിഗറായിട്ടുള്ളവരുണ്ടായിരിക്കും. ഞാൻ ചെയ്തത് തെറ്റല്ലേ എന്ന് ചിന്തിച്ചിട്ടുള്ളവരുണ്ടായിരിക്കും. എൻ്റെ പാർട്ണർ ചെയ്തത് തെറ്റാണ് അങ്ങനെ ചിന്തിച്ചിട്ടുള്ളവരുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ആ ചിന്തകളോടൊപ്പം നിൽക്കുകയല്ല വേണ്ടത്. മറിച്ച് നമ്മൾ ചെയ്തതിൽ ശരി, അല്ലെങ്കിൽ നമ്മുടെ പാർട്ണർ ചെയ്തതിൽ ശരി ഒന്ന് ചിന്തിക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള കൗൺസിലിംഗ്, തെറാപ്പി ഒന്നും എടുത്താൽ അതിലൊന്നും ഒരു നഷ്ടമില്ല. അങ്ങനെയൊന്നും ചെയ്യരുതെന്നും അല്ല പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷനുള്ള ആൾക്കാർ ഉപേക്ഷിച്ച് പോകണമെന്നോ, നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ ഇങ്ങനെയൊന്നും അല്ല പറയുന്നത്. സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ആവശ്യമാണ്.
ആ ആവശ്യമായ സമയങ്ങളെ മാത്രം സ്വീകരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ എപ്പോഴും എല്ലാവരും ഉപേക്ഷിച്ച് പോകുക അങ്ങനെയൊന്നുമല്ല ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിലേക്ക് ഇത്തരം തെറ്റായിട്ടുള്ള മെസ്സേജസ് കൊടുത്ത് ആൾക്കാരെ സ്വയം ഇങ്ങനെ ഗിൽറ്റി ആക്കേണ്ടി അങ്ങനെ ചിന്തിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കാൻ കണ്ടൻറ് ക്രിയേറ്റേഴ്സും ഈ ഇത്തരത്തിലുള്ള കൊളാബറേറ്റിംഗ് പ്ലാറ്റ്ഫോംസൊക്കെ ശ്രദ്ധിക്കണം എന്നൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. ഇതിലൂടെ വീണ്ടും ഈ പറയുന്ന ഡിവോഴ്സും ബ്രേക്കപ്പും ഒക്കെ അതിൻ്റെ കാരണം ഒന്നും അന്വേഷിക്കാതെ അതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഈ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇത് കാണുന്ന ആൾക്കാരെല്ലാവരും സ്വയം ഒന്ന് ചിന്തിക്കണം. അതുപോലെ ഈ വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായവും ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായവും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.